ഇന്ന് നമ്മൾ ഒരു ബംഗാളി പടമാണെന്ന് തോന്നുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തമ്മിൽ ഭയങ്കര ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടി കണ്ടു നോക്കണം. അതിൻ്റെ പേരെന്താ? ഭാഗ്യലോക്കി ലേഡി ലക്ക് എന്നാണ് അതിൻ്റെ പേര്, ഭാഗ്യലോക്കി. സോ ചുമ്മാ അത് കണ്ടു നോക്കാം എന്താ പരിപാടി എന്ന് അറിയാമല്ലോ. അതിൻ്റെ തമ്മിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പ്ലേ ചെയ്തേട്ടാ. മാക്സിമം സ്ക്രീൻ എക്സ്പീരിയൻസ്. কি হবে? কি আর হবে? মরে যাও। সারা জীবন খাটতে খাটতে তারপরে এভাবে টেনশন করতে করতে মরে যাবে? সবার চামচ মুখে না নিয়ে জন্মাবে না, এর থেকে বেশি কিছু হবার নেই। വൈഡ് ആംഗിൾ അല്ലേ? পানির পিক খেলেছো আজকে, এই মাংসটা এসে আমার কাঁধেতে পড়েছে। সরি সূর্য ওঠার আগে আমাদের বেরিয়ে যেতে হবে। ഇടയ്ക്ക് ഇതൊക്കെ আচ্ছা নামান অন্য সুটকেসটা কোথায়? আগে শেষ হয়ে যেতাম বলো। কোন জগতে থাকো কাবেরীতে? ফালতু হয়ে গিয়ে সময় নষ্ট করে কি লাভ? দুদিন বাদে ফিঙ্গারপ্রিন্ট স্ম্যাচ হয়ে যাবে। তাড়াতাড়ি বলুন। স্যার বললেও কেউ বিশ্বাস করবে না, আর যদি আপনি নিজে প্রমাণ করতে পারেন তাহলে স্যার করুন। এটা আমি করছি না। হ্যাঁ, ഒരു ഹ്യൂമർ സൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് മറ്റേ ആ ഹസ്ബൻഡും ആ ഭാര്യയും കുറച്ച് ഭയങ്കര ഹസ്ബൻഡും ആ ഭാര്യയും ഭയങ്കര ടെൻസ്ഡായിട്ടല്ല അവർ ആണെങ്കിലും അതിനകത്തൊരു ചെറിയ ഹ്യൂമർ ഉണ്ട്. അത് പക്ഷേ മറ്റേ കട്ട ഡാർക്ക് ഹ്യൂമർ ആ സാധനമാണ്. അല്ല, ഐ എം ഡൈങ് ടു ട്രൈ ടു കട്ട് ഇവര് നെറ്റിൽ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വായിച്ചിട്ട് ആ സാധനം. അതുപോലെ മറ്റേ ക്യാമറ ആംഗിൾ മൊത്തം വൈഡ് ഉപയോഗിച്ചത്. അത് ബേസിക്കലി ഒരു കോമിക്, അത് ആക്ച്വലി ഒരു കോമിക് സ്ട്രക്ചറാണല്ലോ, സ്റ്റൈലാണല്ലോ കൊടുക്കുന്നത്. കുറച്ച് അതായത് കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആംഗിൾസ് കുറച്ച് നമുക്ക് ഇത് നമ്മുടെ അപ്പുറത്ത് നടക്കുന്നതല്ലാന്ന്. അതെ, കുറച്ച് കോമിക്കൽ ഒരു സ്റ്റൈല് അതിനുണ്ട്. ആ ക്യാമറ മൂവ്മെൻറ്റ്സിനൊക്കെ ഉണ്ട്. കൊള്ളാം. അത് എന്താണ് പരിപാടി എന്ന് അറിയാതെ നമ്മൾ ജസ്റ്റ് ആ തമ്മനയിൽ കണ്ടിട്ട് നോക്കിയതാണ്. അടുത്തൊന്നും ബംഗാളി സിനിമയിൽ ഈ ടൈപ്പ് സാധനം വന്നിട്ടില്ല. ആക്ച്വലി അവിടെയൊക്കെ കുറെ പടങ്ങൾ വരുന്നുണ്ട്. നമ്മളുടെ അവിടേക്ക് അത്രയും റീച്ച് ആവുന്നില്ല. പക്ഷേ അതായത് ഇന്ന് മലയാള സിനിമ ഇന്ത്യ ത്രൂ ഔട്ട് ഇന്ത്യ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബംഗാളി ഇൻഡസ്ട്രി. പക്ഷെ കുറച്ച് കാലമായിട്ട് അവർക്ക് എന്തോ സംഭവിച്ച പോലെ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് റീമേക്ക് പടങ്ങൾ, സൗത്ത് ഇന്ത്യൻ പടങ്ങളൊക്കെ ഒരുപാട് പടങ്ങൾ അവിടെ റീമേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം അവർക്ക് മറ്റേ കൊമേഴ്ഷ്യലി ഒരുപാട് പടങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവർ ഈ ടൈപ്പ് പടങ്ങൾ എടുത്ത് കൊമേഴ്ഷ്യലി അവിടെ ചെയ്യാം. മഗധീരൊക്കെ എടുത്ത് റീമേക്ക് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ അവരുടേതായിട്ടുള്ള ഓൺ കണ്ടന്റുകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻ. അവരിപ്പോൾ ഇനി അതിനകത്തൊന്ന് ഇപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളായിട്ട് സോഷ്യലി റെലവൻറ്റ് സിനിമകൾ വന്നുകൊണ്ടിരുന്നത്. അതെ അതെ. പക്ഷെ ഇവർക്ക് മറ്റേ OTT പ്ലാറ്റ്ഫോംസ് വളരെ കുറവാണ് ബംഗാളിക്ക്. അപ്പോൾ എനിവേ ഇതൊരു സർപ്രൈസായിട്ട് നമ്മൾ തന്നെ കണ്ടു നോക്കിയ സംഭവമാണ്. അറിയില്ല എന്താ പരിപാടിയെന്ന്. സോ ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ട്രെയിലർ ആൾക്കാർ കണ്ടു നോക്കും. ജസ്റ്റ് കുറച്ച് ഇൻട്രസ്റ്റ് തരുന്നൊരു ട്രെയിലറാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇത് OTTയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കാണാനാണ് ചാൻസ് കൂടുതലും. ഇവിടെ റിലീസൊക്കെ കുറവായിരിക്കും. അതെ, കമൻസ് വായിച്ചിട്ട് രണ്ടും വളരെ പ്രോമിനൻ്റ് ആക്ടേഴ്സാണ്. ഓക്കെ, നമുക്കറിയത്തില്ല ആരാന്ന്. നമ്മൾ ആക്ച്വലി ഫോളോ ചെയ്യാത്തതുകൊണ്ട് നമുക്കതിനെപ്പറ്റി ഒരു ധാരണയില്ല.